പ്രളയക്കെടുതിയിലായിരുന്ന പത്തനംതിട്ട ആറന്മുളയിൽ മെഗാ ക്ലീനിംഗുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ നേതൃത്വത്തിലാണ് ആറന്മുളയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ആറന്മുള മുൻ എംഎൽഎ വീണ ജോർജും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. പ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർ അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു വരണം. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നേതൃത്വം നൽകുന്നില്ല, എന്നാൽ അവരെ കൈവിടാൻ ഒരുക്കമില്ലെന്ന് ഡിവൈഎഫ്ഐ. ആറന്മുളയിലും തിരുവല്ലയിലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം തുടരുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. ഡിവൈഎഫ്ഐ എല്ലാ കാലത്തും ഇതുപോലെ പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിൽ ജനങ്ങളെ സഹായിക്കാൻ ആവശ്യമായ ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുക്കാറുണ്ട്. യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ കഴിഞ്ഞ എല്ലാ മുൻകാലങ്ങളിലുണ്ടായ പ്രളയ സമയത്തെല്ലാം വളരെ കൃത്യമായി ആത്മാർത്ഥമായി ജനങ്ങളെ സഹായിക്കാൻ പറ്റാവുന്നിടത്തോളം ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. ഇപ്പോൾ ഇവിടെയും ഏറ്റവും ക്രിയാത്മകമായി ഏറ്റവും ആത്മാർത്ഥമായി ഇടപെട്ട ഒരു സംഘടന ഡിവൈഎഫ്ഐ മാത്രമാണ്. ആ ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ഇന്ന് ഏകദേശം 400ഓളം സഖാക്കൾ ഇവിടെ ഈ പ്രദേശത്ത് ഇറങ്ങിയിട്ടുണ്ട്, ഈ ആറന്മുള മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട്. CPIM നേതാവും മുൻ എംഎൽഎയുമായ വീണ ജോർജും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കൊപ്പം ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളിയായി. ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കാരണം നമ്മൾ നിൽക്കുന്നത് എഴിക്കാട് ഉന്നതിയിലാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ എല്ലാ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ളം ഇറങ്ങിയ സാഹചര്യത്തിൽ വൃത്തിയാക്കുക, അതോടൊപ്പം തന്നെ വീടുകളിലേക്ക് തിരിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. പക്ഷേ ഈ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് അല്ലാതെ ഇവിടെ ഒരാളെ നമുക്ക് കാണാൻ സാധിക്കില്ല. കുടുംബാംഗങ്ങളൊക്കെ വന്ന് അവരുടേതായ നിലയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ബ്ലീച്ചിങ് പൗഡറിന് വേണ്ടി പോകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ നിലയിൽ പ്രത്യേകമായ ഹൃദയം നിറഞ്ഞ ഈ നാടിൻ്റെയും ഈ ഇവിടുത്തെ പ്രിയപ്പെട്ടവരുടെയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. എല്ലാ കാലവും ഡിവൈഎഫ്ഐ തങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് നാട്ടുകാരും പ്രതികരിച്ചു. നല്ല കാര്യമാണ്. ജാതി മത കക്ഷി രാഷ്ട്രീയമന്യേ എല്ലാ വീടുകളും കയറി വൃത്തിയാക്കുന്ന ഈ ഒരു പ്രവർത്തനം വരും തലമുറയ്ക്കും ഒരു മാതൃകയായിട്ട് ഡിവൈഎഫ്ഐയുടെ ഇതുപോലുള്ള പ്രവർത്തനത്തെ അത്യന്താപേക്ഷിതം അഭിനന്ദനീയമായ കാര്യം തന്നെയാണ്. പ്രവർത്തകർ നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ കൂടെ ഒപ്പമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. അജ്മലും ലക്ഷ്മി എല്ലാവരും നല്ല ഉപകാരമായി. കുറച്ചൊക്കെ ഇന്നലെ ക്ലീൻ ചെയ്യായിരുന്നു. ഇപ്പോൾ ഇവർ വന്ന് നമുക്ക് വളരെ സഹായമായിരുന്നു. കഴിഞ്ഞ വർഷം ഇതുകൊണ്ടൊക്കെ കയറുന്ന എല്ലാ പ്രാവശ്യവും വെള്ളം വരുമ്പോൾ അവർ ഡിവൈഎഫ്ഐ നല്ല പ്രവർത്തനങ്ങളൊക്കെയാണ്. അതിന് ആരും മാറ്റമില്ല. നല്ല 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 കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ്. പ്രവർത്തനത്തിൽ ആയിരക്കണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അണിനിരന്നു. അതേസമയം ജില്ലയുടെ അപ്പർ കുട്ടനാടൻ മേഖലയിൽ പ്രളയക്കെടുതി തുടരുകയാണ്. ആറന്മുള, തിരുവല്ല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളമിറങ്ങാൻ ദിവസങ്ങളെടുക്കുമെന്നാണ് കണക്കാക്കുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.